എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതത്തിൽ പൊതുവെ 18 പർവ്വങ്ങൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ ഉള്ളതായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ആ ഓരോ അധ്യായത്തിലും നിരവധി സബ്സെക്ഷൻസ് ഉണ്ട്. നിരവധി കുഞ്ഞു കുഞ്ഞു പർവ്വങ്ങളെ ഒരുമിച്ച് ഒരു വലിയ അധ്യായമായി കണക്കാക്കിയാണ് മഹാഭാരതത്തിൽ 18 പർവ്വങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള മഹാസാഗരമായ മഹാഭാരതത്തിൽ നമ്മൾ ആദിപർവം, സഭാപർവം, ആരണ്യകപർവം, വിരാടപർവം വരെ കേട്ടുകഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് മഹാഭാരതം ഉദ്യോഗപർവത്തിലൂടെയാണ്. ആദിപർവത്തിൽ നമ്മൾ കുരുവംശത്തിന്റെ ഉദ്ഭവം, പാണ്ഡവ കൗരവരുടെ ജനനം, പാണ്ഡവർ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെടുന്നതും, ഭീമൻ ഹിഡുംബനെയും ഭഗനെയുമെല്ലാം വധിക്കുന്നതും, ദ്രൗപദി സ്വയംവരം, അർജുനന്റെ വനവാസം, സുഭദ്രാഹരണം, ഖാണ്ഡവദഹനം എല്ലാം കേട്ടു. മഹാഭാരതം ഭാഗം 1 തൊട്ട് 30 വരെ നമുക്ക് ആദിപർവമായി കണക്കാക്കാം. മൊത്തം 7205 ശ്ലോകങ്ങളാണ് ആദിപർവത്തിലുള്ളത്. രണ്ടാമത്തെ പർവമായ സഭാപർവത്തിലാണ് ജരാസന്ധവധവും പാണ്ഡവരുടെ രാജസൂയവും ശിശുപാലവധവും പാണ്ഡവർക്ക് ചൂതുകളിയിൽ എല്ലാം നഷ്ടമാവുന്നതും ദ്രൗപദി അപമാനിക്കപ്പെടുന്നതുമെല്ലാം കവർ ചെയ്തിട്ടുള്ളത്. അതായത് ഭാഗം 31 തൊട്ട് 43 ബി വരെയാണ് സഭാപർവമായി കണക്കാക്കാൻ കഴിയുന്നത്. 2387 ശ്ലോകങ്ങളാണ് സഭാപർവത്തിലുള്ളത്. മൂന്നാമത്തെ പർവമായ ആരണ്യക പർവം എന്നത് പാണ്ഡവരുടെ 12 വർഷം നീണ്ട വനവാസമാണ് പറയുന്നത്. ആരണ്യക പർവത്തിലാണ് പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിക്കുന്നതും, ഭീമൻ കിർമീരനെ വധിക്കുന്നതും, അർജുനൻ പരമേശ്വരനെ പ്രീതിപ്പെടുത്തി പാശുപതാസ്ത്രം നേടിയെടുക്കുന്നതും, അർജുനൻ ദേവലോകത്ത് പോകുന്നതും ഊർവശിയുടെ ശാപം അർജുനന് ലഭിക്കുന്നതുമെല്ലാം ഉൾപ്പെടുന്നത്. സുദീർഘമായ 12 വർഷം നീണ്ട വനവാസ കാലത്ത് പാണ്ഡവർ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നു. ആ യാത്രയിൽ പലപ്പോഴായി പാണ്ഡവർ നിരവധി കഥകൾ കേൾക്കുന്നു. നളദമയന്തിയുടെയും അഗസ്ത്യമുനിയുടെയും അഷ്ടവക്രന്റെയും ഇന്ദ്രദ്യുപ്നന്റെയും ധർമ്മവ്യതയുടെയും സത്യവാൻ സാവിത്രിയുടെയും ശിബി ചക്രവർത്തിയുടെയും എല്ലാം കഥകൾ ആ സമയത്താണ് പാണ്ഡവർ കേൾക്കുന്നത്. ജടാസുരൻ പാണ്ഡവരെ ആക്രമിക്കുന്നതും, അർജുനൻ നിവാത കവചസുകളെയും കാലകേയന്മാരെയും നിഗ്രഹിക്കുന്നതും, നഹുഷൻ ഭീമനെ ആക്രമിക്കുന്നതും, കൗരവർ ഘോഷയാത്ര നടത്തി സ്വയം അപമാനിക്കപ്പെടുന്നതും, ജയദ്രഥൻ ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതും, കർണൻ സ്വന്തം കവചകുണ്ടലങ്ങൾ ദേവേന്ദ്രന് ദാനമായി നൽകുന്നതുമെല്ലാം ആരണ്യക പർവത്തിലാണ്. 10239 ശ്ലോകങ്ങളാണ് ആരണ്യക പർവത്തിലുള്ളത്. മഹാഭാരതം ഭാഗം 44 തൊട്ട് 74 വരെ ആരണ്യക പർവമായി കണക്കാക്കാം. നാലാമത്തെ പർവമായ വിരാട പർവത്തിലാണ് പാണ്ഡവർ മത്സ്യദേശത്ത് അജ്ഞാതവാസം നയിക്കുന്നതും, ഭീമൻ കീചകനെ വധിക്കുന്നതും, വിരാട യുദ്ധവും അഭിമന്യു ഉത്തര വിവാഹവുമെല്ലാം നടക്കുന്നത്. അതായത് ഭാഗം 75 തൊട്ട് 84 വരെ വിരാട പർവമായി കണക്കാക്കാം. 1736 ശ്ലോകങ്ങളാണ് വിരാട പർവത്തിലുള്ളത്. അഞ്ചാമത്തെ പർവമായ ഉദ്യോഗപർവമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗം 85 തൊട്ട് ഉദ്യോഗപർവമാണ് പറയുന്നത്. എന്താണ് ഉദ്യോഗപർവമെന്ന് നമുക്കിനി മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഈ പർവത്തിന് ഉദ്യോഗപർവം എന്ന് പേര് നൽകപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുമ്മാ മഹാഭാരതം കേട്ടു പോവുക മാത്രമല്ലല്ലോ വേണ്ടത്. മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ ഒരു ഘടന, സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ഈ ഭാഗത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഉദ്യോഗപർവം? ഉദ്യോഗം എന്ന വാക്കിന്റെ അർത്ഥം പരിശ്രമം, നിരന്തര പ്രയത്നം, അക്ഷീണ പരിശ്രമം, നിരന്തരമായ അധ്വാനം എന്നൊക്കെയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പരിശ്രമമെല്ലാം? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ നിരന്തര പ്രയത്നം? യുദ്ധം ഒഴിവാക്കുവാൻ. അതെ, യുദ്ധം ഒഴിവാക്കുവാൻ, തങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്യുവാൻ നോക്കുകയാണ് പാണ്ഡവരും കൃഷ്ണനും പാണ്ഡവപക്ഷവും. സർവസംഹാരിയായ മഹായുദ്ധത്തെ ഒഴിവാക്കുവാനുള്ള പരിശ്രമമാണ് ഉദ്യോഗപർവം വിവരിക്കുന്നത്. എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയും അവസാനം യുദ്ധം അനിവാര്യമായി വരികയും ചെയ്യുന്നിടത്താണ് ഉദ്യോഗപർവം അവസാനിക്കുന്നതും ആറാമത്തെ പർവമായ ഭീഷ്മപർവം തുടങ്ങുന്നതും. മഹാഭാരതം ഭാഗം 88-ലും 89-ലും നമ്മൾ കേട്ടത് ഉദ്യോഗപർവത്തിന്റെ സബ്സെക്ഷനായ സഞ്ജയയാന പർവമാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ ദൂതനായി പാണ്ഡവരെ കണ്ട് അനുനയിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ പരാജയപ്പെട്ട് മടങ്ങുന്നതും വരെയാണ് നമ്മൾ മഹാഭാരതം ഭാഗം 88-ലും 89-ലുമായി കേട്ടത്. മഹാഭാരതം എന്ന പ്ലേലിസ്റ്റിൽ മൊത്തം 113 വീഡിയോസാണ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്.
അതിനു പുറമെ മഹാഭാരതം അതർ സ്റ്റോറീസ്, മഹാഭാരതം മറ്റ് കഥകൾ എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ വിതുരർ, അംബ, ദ്രൗപദി, സഹദേവൻ, ശകുനി, ഭീഷ്മർ, നഹുഷൻ, യയാതി, പുരൂരവസ്, മാധവി, കർണന് മേൽ പതിച്ച ശാപങ്ങൾ, ജരാസന്ധൻ എന്നിങ്ങനെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവയെല്ലാം കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ മഹാഭാരതം കേട്ട് എവിടെ വരെ എത്തി എന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം തൊട്ട് മഹാഭാരതം ബാക്കി കേൾക്കാം. നന്ദി.